بسم الله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുവഹിദുകളുമായിരിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. വഅംദദ്നാഹും ബിഫാക്കിഹത്തിൻ വലഹ്മിൻ മിമ്മാ യസ്തഹൂൻ. സ്വർഗവാസികൾക്ക് നാം കനികൾ ധാരാളമായി നൽകും, അവർ കൊതിക്കുന്ന മാംസവും അവർക്ക് നൽകും. സ്വർഗത്തിൻ്റെ അനുഭൂതികൾ സംബന്ധിച്ച് അതിൻ്റെ സവിശേഷതകളും അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന വ്യത്യസ്തമായ ആനന്ദങ്ങളും സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. സ്വർഗത്തിലെ ഭക്ഷണത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ സലാം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് എത്തിച്ചേർന്ന ഒരു സന്ദർഭം. നബി മദീനയിലെത്തി, അബ്ദുല്ലാഹി ബിൻ സലാം അവിടെ നബിയുടെ അരികിലേക്ക് വരികയും എന്നിട്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. ആദ്യ സന്ദർഭങ്ങളിൽ യഹൂദികളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇസ്ലാമിനെ പരിചയപ്പെടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും വേണ്ടി വന്നതാണ്. ആ പല കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം ചോദിച്ചു, ഇന്നി സായിലുക അൻ സലാസ് ലാ യഅലമുഹുന്ന ഇല്ലാ നബി. 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കാം, നബിമാർക്കല്ലാതെ അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, നബിമാരല്ലാതെ അത് ഉത്തരം പറയുകയില്ല. മാ അവ്വലു തആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന. സ്വർഗവാസികൾ ആദ്യം കഴിക്കുന്ന ഭക്ഷണം എന്താണ്? ഒരാൾ സ്വർഗത്തിലേക്ക് എത്തിയാൽ, സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന തരുണികൾ, അവർ കൊണ്ടുപോകുന്ന വേളയിൽ അവരുടെ വസ്ത്രത്തിൽ നിന്ന് ഒരൽപ്പം കാൽപാദങ്ങളുടെ മുകളിലേക്ക് പൊങ്ങുമ്പോൾ അവിടെയുള്ള ആ മാംസളത, അങ്ങേയറ്റത്തെ ആനന്ദം പകരുന്ന ഒരു അവസ്ഥയിൽ അവർ കൊണ്ടുപോയി ഇരുത്തി ആദ്യമായി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷണം കൊടുക്കുന്ന സന്ദർഭം, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ സലാമിനോട് പറഞ്ഞു, അമ്മ അവ്വലു തആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന ഫസിയാദതു കബിദിൽ ഹൂത്ത്. സവിശേഷമായ ഒരു മത്സ്യത്തിൻ്റെ കരൾ സ്വർഗത്തിൽ ആദ്യം കിട്ടുന്ന സ്നാക്സാണ്. അതീവ രുചികരമായ, നല്ല സൗരഭ്യം പരത്തുന്ന, വളരെ ആനന്ദകരമായ, അവന് വളരെ ആശ്വാസവും സന്തോഷവും പകരുന്ന, ഉന്മേഷം നൽകുന്ന ഒരു ഭക്ഷണമാണ് ആദ്യമായിട്ട് അവന് നൽകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന യഹൂദിയൻ സഅല റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യഹൂദി റസൂലിനോട് ചോദിച്ചു, ഫമാ തുഹ്ഫതുഹും ഹീന യദ്ഖുലൂനൽ ജന്ന. സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം അവർക്ക് കിട്ടുന്ന സമ്മാനം എന്താണ്?
ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യഹൂദിയോട് പറഞ്ഞു, അഥവാ അബ്ദുല്ലാഹി ഇബ്നു സലാമിനോട് പറഞ്ഞു, സിയാദത്തു കബിദിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ കരളിന്റെ ഒരു വർധനവുള്ള ഒരു വസ്തുതയാണ്, ഒരു രൂപമാണ് നൽകുന്നത്. ഖാല അദ്ദേഹം ചോദിച്ചു, ഫമാ ഗിദാഉഹും അലാ ഇസ്രിഹാ, മത്സ്യത്തിന്റെ കരൾ ആസ്വദിച്ചതിന് ശേഷം രണ്ടാമതായി അതിന്റെ പിറകിൽ അയാൾക്ക് കൊടുക്കുന്ന മുഖ്യ ഭക്ഷണം എന്താണ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുൻഹറു ലഹും സൗറുൽ ജന്ന, സ്വർഗത്തിലെ ഒരു കാള അവർക്ക് വേണ്ടി അറുക്കപ്പെടും. അല്ലദീ യഅ്കുലു മിൻ അത്റാഫിഹ, അതിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവൻ കഴിക്കും. സ്വർഗത്തിലെ കാളയുടെ പ്രത്യേകത നമ്മുടെ നാട്ടിലേതുപോലെ കഴിക്കാതെ കളയാനൊന്നുമില്ല. ചണ്ടിഭണ്ഡാരങ്ങളോ കുളമ്പോ കൊമ്പോ കുടൽമാലകളോ വലിച്ചെറിയത്തക്കതായി ഒന്നുമില്ല. സ്വർഗത്തിൽ നിന്ന് അവന് നൽകപ്പെടുന്ന ആ കാളയുടെ എല്ലാ ഭാഗങ്ങളും അവർക്ക് ആസ്വദിച്ച് സമൃദ്ധമായി അവർക്ക് കഴിക്കാൻ പറ്റും. അവിടെ കഴിച്ചിട്ട് വയറ് പൊട്ടുക അങ്ങനത്തെ അവസ്ഥയൊന്നുമില്ല. അവിടെ വിശപ്പ് മാറലും അതൊന്നുമല്ല. അവിടെ ആസ്വാദനത്തിന് മാത്രമാണ് പ്രസക്തി എന്ന് കാണാനായിട്ട് സാധിക്കും. ഖാല അദ്ദേഹം ചോദിച്ചു, ഫമാ ശറാബുഹും അലൈഹി, ഈ ഭക്ഷണത്തോടൊപ്പം അവർക്കുള്ള പാനീയം എന്താണ് അള്ളാഹുവിന്റെ റസൂലെ? ഏറ്റവും ആദ്യം കിട്ടുന്ന പാനീയത്തെക്കുറിച്ചാണ് ചോദ്യം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഐനിൻ, സ്വർഗത്തിലെ ശുദ്ധമായ നീരുറവയിൽ നിന്ന്, തുസമ്മ സൽസബീല, അതിന്റെ നാമം സൽസബീൽ എന്നാണ്. സൽസബീൽ എന്ന പാനീയത്തിൽ നിന്നാണ് അവർ കുടിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ എല്ലാത്തരം കനികളും അതേപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളും അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പരിചയമുള്ള വ്യത്യസ്തമായ മാംസങ്ങൾ, എന്നാൽ നമുക്ക് പരിചയമില്ലാത്ത പുതുമയുള്ള രുചികളിൽ വലഹ്മി ത്വയ്രി മിമ്മാ യസ്തഹൂൻ, അവർ കൊതിക്കുന്ന കിളികളുടെ മാംസം അവർക്ക് ഉണ്ടായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഅദത്തുൽ ഇബാദി സ്വാലിഹീൻ, സ്വാലിഹികളായ എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു, മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്തത്, വല ഉദുനുൻ സമയത്ത്, ഒരു കാതും കേൾക്കാത്തത്, വല ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സിലും ഭാവനയിൽ വരാത്തത്, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഭക്ഷ്യവസ്തുക്കളും പാനീയങ്ങളും, സ്വർഗത്തിലെ എല്ലാ ആസ്വാദനങ്ങളും ആ തരത്തിലുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ അതീവ രുചികരമായ, അങ്ങേയറ്റം സുഗന്ധം പരത്തുന്ന, ആശ്വാസമുള്ള, സന്തോഷദായകമായ, മടുപ്പുളവാക്കാത്ത, ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ ഛർദിലോ തലവേദനയോ വയറിനുള്ള അസ്വസ്ഥതകളോ വയറുവേദനയോ വരുത്താത്ത പാനീയങ്ങളും അതേപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുമാണ് അവിടെയുള്ളത്. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ വഫവാകിഹ മിമ്മാ യസ്തഹൂൻ, തീർച്ചയായും തഖ്വയുള്ളവർ ശീതളഛായയിൽ, തണലുകളിലും അതേപോലെ തന്നെ തെളിമയാർന്ന നീരുറവകളിലുമാണ്. അവർ കൊതിക്കുന്ന കനികളിലാണ് അവർ ഉള്ളത്. വഫവാകിഹ മിമ്മാ യസ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന എല്ലാത്തരം ആസ്വാദ്യമായ പഴങ്ങളും അവിടെയുണ്ട്. വീണ്ടും അല്ലാഹു പറയുന്നു, തിൽക്കൽ ജന്ന, അതാണ് സ്വർഗം. എങ്ങനെയുള്ള സ്വർഗം? അല്ലത്തി ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ അമല് ചെയ്തിരുന്ന കാരണത്താൽ നിങ്ങൾക്ക് അനന്തരം ലഭിക്കുന്ന സ്വർഗം. ഇപ്പൊ സ്വർഗാർക്കാ കിട്ടുക? പണിയെടുക്കുന്നവർക്കാണ്. അള്ളാഹു പഠിപ്പിച്ചതുപോലെ പണിയെടുക്കണം, തൗഹീദിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ഇത്തിബാഴ് ചെയ്തുകൊണ്ടായിരിക്കണം. അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്ന ആളുകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം അതാണ്. ലക്കും ഫീഹാ ഫാകിഹത്തുൻ കസീറ, അവിടെ നിങ്ങൾക്ക് ധാരാളം കനികളുണ്ട്, പലയിനം പഴങ്ങളുണ്ട്. മിൻഹാ തഅകുലൂൻ, അതിൽ നിന്ന് നിങ്ങളതാ ഭുജിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിലെ കനികൾ, വ്യത്യസ്ത ഇനം കനികളിൽ നിന്ന് നിങ്ങൾ ഭുജിച്ചുകൊണ്ടിരിക്കും. സ്വർഗത്തിലെ ഏറ്റവും ധാരാളമായി അവിടെ നൽകപ്പെടുന്ന ഭക്ഷണം അത് പഴങ്ങളാണ്. വ്യത്യസ്ത ഇനം മുന്തിയ അതീവ രുചികരങ്ങളായ ആസ്വാദ്യങ്ങളായ പഴങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. ജന്നാത്തി അദ്നിൻ, നിത്യതയുടെ തോട്ടങ്ങൾ. മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ്, അവർക്ക് വേണ്ടി, സ്വർഗവാസികൾക്ക് വേണ്ടി അതിന്റെ കവാടങ്ങളൊക്കെ മലർക്കെ തുറക്കപ്പെട്ടതാണ്. മുത്തഖീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ ചാരിയിരിക്കുന്നവരാണ്. യദൂന ഫീഹാ ബിഫാകിഹത്തിൻ കസീറത്തിൻ വശറാബ്, ധാരാളം പഴങ്ങളും ധാരാളം പാനീയങ്ങളും ഒരുക്കി അതിലേക്ക് അവർ വിളിക്കപ്പെടും, ക്ഷണിക്കപ്പെടും. വലിയ സൽക്കാരങ്ങൾ അവർക്ക് വേണ്ടി കനികളുടെയും
രുചികരമായ പാനീയങ്ങളുടെയും സൽക്കാരങ്ങൾ അവർക്ക് വേണ്ടി അവിടെ തയ്യാറാക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്താൻ, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, ഇന്നേ ദിവസം സ്വർഗവാസികൾ വ്യത്യസ്ത ഇനം ജോലികളിൽ ആസ്വദിക്കുന്നവരാണ്. എന്താ അവരുടെ ജോലി എന്നറിയോ? ദിക്റുകൾ ചൊല്ലൽ കഴിഞ്ഞാൽ പിന്നെ ഈ പാനീയം കഴിക്കലും ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും അങ്ങനെ സന്തോഷിക്കലും സല്ലപിക്കലും തന്നെയാണ് അവരുടെ ജോലി. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, അവരും സ്വർഗത്തിലെ അവരുടെ ഇണകളും സ്വർഗത്തിന്റെ ശീതളമായ ആ തണലുകളിൽ ആ ചാരിയിരുന്നു കൊണ്ട് അവിടെയുള്ള സോഫകളിൽ ചാരിയിരുന്നു കൊണ്ട് ആസ്വദിക്കുന്നവരാണ്. ലഹും ഫീഹാ ഫാകിഹത്തുൻ, ആ സന്ദർഭത്തിൽ അവർക്ക് അവിടെ കനികളുണ്ട്. വലഹും മാ യദ്ദഊൻ, അവർ ചോദിക്കുന്നത് മുഴുവനും അവർക്കുണ്ട്. ഇങ്ങനെ സവിശേഷമായ വസ്തുതകളാണ് അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം സ്വർഗത്തിൽ ഉണ്ടായിരിക്കുമെന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. ഈ സ്വർഗത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഭക്ഷണം കഴിച്ചു വെള്ളം കുടിച്ചു, അതിന്റെ അവസ്ഥ എന്താണ്? മലമൂത്ര വിസർജനം അവിടെ ഉണ്ടോ? ഇല്ല. ലാ യബൂലൂന വലാ യതഗവ്വതൂന വലാ യംതഹിതൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗവാസികൾ മൂത്രമൊഴിക്കുന്നില്ല, മലവിസർജനം ചെയ്യുന്നില്ല, മൂക്ക് പിഴിയുന്നില്ല. സ്വർഗത്തിൽ മാലിന്യങ്ങളൊന്നുമില്ല, അസ്വസ്ഥതകൾ ഏതുമില്ല. നമുക്ക് കാണാം, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മിനൽ യഹൂദ്, യഹൂദികളിൽപ്പെട്ട ഒരാൾ റസൂലിന്റെ അരികിലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, യാ അബുൽ ഖാസിം, ഓ അബുൽ ഖാസിമേ, അലസ്ത തസ്അമു അന്ന അഹ്ലൽ ജന്നത്തി യഅകുലൂന ഫീഹാ വയശ്റബൂൻ, അവിടെ സ്വർഗത്ത് സ്വർഗവാസികൾ ഭക്ഷണം കഴിക്കുകയും അതേപോലെ തന്നെ പാനീയം കുടിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലയോ? അങ്ങനെ ഇല്ല എന്നാണോ നീ വാദിക്കുന്നത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, ബലാ, ഉണ്ട്, അവിടെ ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹു തന്നെ സത്യം. ഇന്ന അഹദഹും ലയുഅതാ ഖുവ്വത മിഅതി റജുലിൻ ഫിൽ മത്അമി വൽ മശ്റബി വശഹവതി വൽ ജിമാഇ, സ്വർഗവാസികളായ ഓരോരുത്തർക്കും ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലും വെള്ളം കുടിക്കുന്ന വിഷയത്തിലും അതേപോലെ തന്നെ ദാമ്പത്യ സംസർഗങ്ങളിലും അവരുടെ കാമവികാരങ്ങളിലും 100 ആളുടെ ശേഷി ഒരേ ആൾക്ക് തന്നെ ആ ദിവസം നൽകപ്പെടും. ധാരാളമായി ഭക്ഷണം കഴിക്കും, ധാരാളമായി വെള്ളം കുടിക്കും, ധാരാളമായി അവർ രമിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും. ഫഖാല ലഹുൽ യഹൂദി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ യഹൂദി ചോദിച്ചു, ഫഇന്നല്ലദീ യഅകുലു വയശ്റബു തകൂനു ലഹുൽ ഹാജ, ഒരാളിങ്ങനെ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നു, ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നു, അപ്പൊ അയാൾക്ക് ഖളാഉൽ ഹാജത്ത് ഉണ്ടാവില്ലേ? മലമൂത്ര വിസർജനം ചെയ്യേണ്ടി വരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഹാജതുഹും അറഖുൻ യഫീദു മിൻ ജുലൂദിഹിം മിസ്ലൽ മിസ്ക്, സ്വർഗത്തിലെ ഭക്ഷണമാണ് അവർ കഴിച്ചത്. ആ ഭക്ഷണം അത് അവർക്ക് ദഹിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിലൂടെ പൊട്ടിയൊഴുകിക്കൊണ്ടിരിക്കുന്ന വിയർപ്പുകളായിട്ടാണ്, മലമൂത്രമായിട്ടല്ല. ആ വിയർപ്പാകട്ടെ മിസ്ലൽ മിസ്ക്, കസ്തൂരിയാണ്. സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കുന്നവരിൽ നിന്ന് മറ്റെല്ലാവരും ആസ്വദിക്കുന്ന കസ്തൂരിയുടെ വിയർപ്പ്, എല്ലാവരും ആസ്വദിക്കുന്ന വെറുക്കുന്ന വിയർപ്പല്ല, അങ്ങേയറ്റം സൗരഭ്യം പരത്തുന്ന പരിമളമാണ് അവർ കഴിച്ച ഭക്ഷണത്തിലൂടെ ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഫൈദൽ ബത്നു ഖദ്ദുമിർ, വയറ് എന്ന് പറഞ്ഞാൽ അത് അവിടെ വയറിലെത്തുമ്പോഴേക്ക് തന്നെ അത് ശൂന്യമായി മാറി, പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. മലമൂത്ര വിസർജനം, അത്തരം സാധ്യതകൾ, സാഹചര്യങ്ങൾ അതൊന്നും അവിടെ ഇല്ല എന്ന് കൃത്യമായി പരിചയപ്പെടുത്തി. ചില ആളുകൾക്ക് ഒരു ഏമ്പക്കം ഉണ്ടാകും, ദുശാൽ, ഏമ്പക്കം എന്നതിന് അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല. കാരണം എന്താ? നമുക്ക് പരിചയമുള്ള അരോചകമായ ശബ്ദമല്ല, ഗാനങ്ങൾ പോലെ ആസ്വദിക്കാവുന്ന, ഭക്ഷണം കഴിച്ച ആളുകളുടെ വാ തുറക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ശബ്ദം എല്ലാവർക്കും ആസ്വാദനം നൽകുന്ന സംഗീതമായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ് കൊടുത്തു. ഖാല, അബൂ ഹുറൈറ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു, യദ്ഖുലു അഹ്ലുൽ ജന്നത്തിൽ ജന്നത ജുർദൻ മുർദൻ മുകഹ്ഹലീന അബ്നാഅ 33 വഹും അലാ ഖൽഖി ആദം 60 ദിറാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. അവർ ഈ ആസ്വാദനത്തിന് വേണ്ടിയിരിക്കുമ്പോൾ എല്ലാവരും ചെറുപ്പക്കാരാണ്, സൗന്ദര്യമുള്ളവരാണ്, ശരീരത്തിൽ രോമങ്ങളില്ലാത്ത അവസ്ഥയിലാണ്. അവർ എല്ലാവരും സുറുമ എഴുതപ്പെട്ട സുന്ദര രൂപങ്ങളിലാണ്. എല്ലാവർക്കും 33 വയസ്സ് പ്രായം.
എല്ലാവർക്കും ആദം അലൈഹിസ്സലാമിന്റെ ഉയരം അഥവാ മുകളിലേക്ക് 60 മുഴം ഉയരം എല്ലാവർക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ ആദ്യമായി സ്വീകരിച്ചു കൊണ്ടുപോകുന്ന സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് പറയും. ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് അതിന്റെ വാതിലുകൾ തുറന്ന് മലക്കുകൾ അവരെ സ്വാഗതം ചെയ്ത് കൊണ്ടുപോകാൻ അവരെ കാത്തിരിക്കുന്നത് 2 തരുണികളാണ്. എങ്ങനെയുള്ള തരുണികൾ? കംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, ചിപ്പിയുടെ ഉള്ളിലുള്ള തിളങ്ങുന്ന സുന്ദരമായ മുത്തുകൾ കണക്കെയുള്ള 2 തരുണികൾ അവരെ കൊണ്ടുപോകും. അവർ കൊണ്ടുപോകുന്ന സമയത്ത് അവനോട് പറയും, ഞങ്ങളെ നിനക്ക് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ഞങ്ങളെ ജിന്നുകളോ മനുഷ്യരോ ആരും ഇന്നേ വരെ സ്പർശിച്ചിട്ടില്ല. ലം യത്ബിസുഹുന്ന ഇൻസുൻ ഖബലഹും വലാ ജാൻ, ജിന്നോ ഇൻസോ ഞങ്ങളെ സ്പർശിച്ചിട്ടില്ല, ആരും ഞങ്ങളെ ആസ്വദിച്ചിട്ടില്ല. ഞങ്ങൾ നിനക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ്, നീയാകട്ടെ ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വർഗത്തിലെ അതിമനോഹരമായ ഉടയാടകൾ ധരിച്ചുകൊണ്ട് 2 തരുണികൾ അവരെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് എന്ന് കാണാൻ സാധിക്കും. ആദ്യത്തെ ഹൈമയിലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തിയിട്ടാണ് നേരത്തെ പറഞ്ഞ പ്രാഥമികമായ ഭക്ഷണങ്ങൾ, പിന്നീടാണ് വലിയ കൊട്ടാരങ്ങളിലേക്കും വ്യത്യസ്തമായ തമ്പുകളിലേക്കും അതേപോലെ തന്നെ ആസ്വാദ്യമായ അനുഭൂതികളിലേക്കും അവരെ കൊണ്ടുപോകുന്നത്. യഹ്യ ബിൻ അബീ കസീർ പറയുന്നു, അന്നൽ ഹൂറൽ ഐൻ യതലഖൈന അസ്വാജഹുന്ന ഇൻദ അബ്വാബിൽ ജന്ന, ഈ സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് ഹൂറുൽ ഐൻ, വിശാലമായ നേത്രങ്ങളുള്ള അതിസുന്ദരിമാരായ തരുണികളും സ്വർഗാവകാശികളെ സ്വീകരിച്ചു കൊണ്ടുപോകും. ഇൻദ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ചു തന്നെ. ഫയഖുൽന, എന്നിട്ട് അവളുമാർ പറയും, ത്വാലമാ ഇൻതളർനാക്കും, ഇത്രകാല ദീർഘകാലവും ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഫനഹ്നു റാളിയാത്ത്, നിങ്ങൾ ഞങ്ങളുടെ അരികിലേക്ക് വന്നതിൽ ഞങ്ങൾ സംതൃപ്തകളാണ്. ഫലാ നസ്ഖത്ത്, ഒരിക്കലും ഞങ്ങൾ കോപിക്കുകയില്ല. ഭർത്താക്കന്മാരോട് കോപിക്കാത്ത ഏതെങ്കിലും ഭാര്യ ലോകത്തിന്റെ ഏതെങ്കിലും ദിക്കിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ദേഷ്യം പിടിക്കാത്ത, പരാതി പറയാത്ത ഏതെങ്കിലും ഭാര്യ? അള്ളാഹുവിന്റെ റസൂലിന് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഭാര്യമാരുണ്ടായിട്ടില്ല. 29 ദിവസമൊക്കെ മിണ്ടാതിരുന്ന ഭാര്യമാരാണ് ചില കാര്യങ്ങൾക്ക് പിണങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ബാക്കിയുള്ളവർക്ക് പറയേണ്ടതില്ലല്ലോ. സ്വർഗത്തിലെ ഭാര്യമാർ പിണങ്ങുകയില്ല, അവർ കയർക്കുകയില്ല, അവർ പരാതികൾ പറയുകയില്ല, അവർ കോപിക്കുകയില്ല. അവർ ഗ്യാരണ്ടി കൊടുക്കുകയാണ്, സ്വർഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങളോട് ഒരിക്കലും ഞങ്ങൾ കോപിക്കുകയില്ല. അതേപോലെ വനഹനുൽ മുഖീമാത്ത്, ഞങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ അങ്ങേക്ക് സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഞങ്ങൾ മുഖീമത്തുകളാണ്. ഫലാ നളായന, ഒരിക്കലും താങ്കളെ വിട്ട് മറ്റെവിടേക്കെങ്കിലും ഞങ്ങൾ യാത്ര പോകില്ല. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉമ്മാനെ കാണാൻ പോകണം, ബാപ്പാനെ കാണാൻ പോകണം, 2 മാസത്തേക്ക് ഞാൻ വരൂല. അങ്ങനെ പല തരത്തിലുള്ള ലീവ്, പ്രസവത്തിന്റെ ലീവ്, അങ്ങനെ പല ജാതി ലീവ് ഭർത്താക്കന്മാരിൽ നിന്ന് ഭാര്യമാർക്കുണ്ടാകും. സ്വർഗത്തിലുള്ള അതിസുന്ദരിമാരായ അവരുടെ ഇണകൾ ഒരിക്കൽ പോലും അവരെ വിട്ടുപോകുന്നില്ല. നിങ്ങളെ കൂടെ തന്നെ, നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് നിങ്ങളുമായുള്ള സല്ലാപത്തിൽ അവിടെ തന്നെ ഞങ്ങളുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും വാഹനപ്പുറത്ത് കയറി മറ്റെവിടേക്കെങ്കിലും യാത്രയാകുന്നില്ല. വനഹനുൽ ഖാലിദാത്ത്, ഞങ്ങൾ അനശ്വരത്വമുള്ളവരാണ്, മരിക്കാത്തവരാണ്. ഫലാ നമൂത്ത്, ഞങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല. ബിഅഹ്സനി അസ്വാത്തിൻ സുമിയത്ത്, അവർ പറയുന്ന ആ വാക്കുകളൊക്കെ കേൾക്കപ്പെട്ടത് ഏറ്റവും മനോഹരമായ ശബ്ദത്തിൽ. അവരുടെ സംസാരം കേൾക്കാൻ തന്നെ എന്തൊരു ആനന്ദമായിരിക്കും. ഫയഖൂലുഹു, അപ്പൊ അവൻ പറയും, അൻതി ഹിബ്ബി, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. ലൈസ ദൂനകി മുഖസ്സിർ, നിന്നെ കൂടാതെ എനിക്ക് മറ്റൊരാളിലും പരിമിതപ്പെട്ട സാഹചര്യമില്ല. വല വറഅകി മുഅദ്ദ, നിന്നെ സംബന്ധിച്ചിടത്തോളം നീ കഴിഞ്ഞിട്ടാണ് ഇവിടെ എനിക്ക് മറ്റു സൗകര്യങ്ങളെല്ലാം ഉള്ളത്. ഇണകളെ മുഴുവൻ ഒരേപോലെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ, ഒരിക്കലും പരാതിയില്ലാത്ത വിധം അദ്ദേഹത്തിന്റെ കൂടെ കഴിച്ചു കൂട്ടുന്ന വിധത്തിലാണ് സ്വർഗത്തിലെ ഇണകൾ ഉണ്ടായിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. താബഈ പ്രമുഖനായ ഇബ്നുൽ മുബാറക് യഹ്യ ബിൻ അബീ കസീറിന്റെ ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചു. അബൂ ഉമാമത്തുൽ ബാഹിലി അദ്ദേഹം പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി പറഞ്ഞു, മാ മിൻ അബ്ദിൻ യദ്ഖുലുൽ ജന്നത ഇല്ലാ വയജ്ലിസു ഇൻദ റഅസിഹി വഇൻദ റിജ്ലൈഹി സിൻതാനി മിനൽ ഹൂറിൽ ഐൻ യുഗന്നിയാനി ബിഅഹ്സനി സൗത്തിൻ യസ്മഉഹുൽ ഇൻസു വൽ ജിൻ, ജിന്നുകളും ഇൻസുകളും ഒക്കെ കേട്ട് ആസ്വദിക്കുന്ന തരത്തിലുള്ള മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട്
തലയുടെ ഭാഗത്തും 2 കാലുകളുടെ ഭാഗത്തും, അങ്ങനെ ഈ 2 സ്വർഗസ്ത്രീകൾ ഇല്ലാതെ ഒരാളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ വലൈസ ബിമിസ്മാരി ശൈത്താൻ, നമ്മുടെ നാട്ടിൽ പരിചയമുള്ള മടുപ്പിക്കുന്ന ശൈത്താന്റെ മിസ്മാർ അല്ല സ്വർഗത്തിൽ ഉള്ളത് എന്നുകൂടി പറഞ്ഞു. അവരുടെ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആസ്വദിപ്പിക്കുന്ന ഗാനം എന്ന് പറഞ്ഞാൽ വലാകിൻ ബിത്തഹ്മീദില്ലാഹി വതഖ്ദീസിഹി, അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തലും സ്തുതിക്കലുമാണ്. അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന മനോഹരമായ ഗാനങ്ങൾ അവരിൽ നിന്ന് പൊഴിഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി സ്വർഗവാസികളുടെ പ്രത്യേകത പറഞ്ഞു. അവർ പരസ്പരം സിയാറത്ത് ചെയ്യുന്നവരാണ്. സ്വർഗവാസികൾ, സ്വർഗത്തിലെത്തിയ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കും. സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ എല്ലാവരും മറ്റുള്ളവരുടെ സ്വർഗസങ്കേതങ്ങളിലേക്ക് അവർ കടന്നെത്തുകയും ആഗ്രഹിക്കുന്നിടത്ത് അവരെത്തും. അവരുമായി സ്വർഗത്തിലേക്കെത്തിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. നിങ്ങളെങ്ങനെ സ്വർഗത്തിലെത്തി? നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വർഗം കിട്ടി? ഞങ്ങളെങ്ങനെ സ്വർഗത്തിലെത്തി? എല്ലാവരും പറയും റബ്ബിനെ മാത്രം ഭയപ്പെട്ടതുകൊണ്ട്, തൗഹീദുള്ളതുകൊണ്ട്, കൃത്യമായി നിസ്കരിച്ചതുകൊണ്ട്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതുകൊണ്ട്, വന്നുപോയ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾ തൗബ ചെയ്തു, റബ്ബ് ഞങ്ങൾക്കത് മാപ്പ് നൽകിയതുകൊണ്ട്, തിന്മകൾ പരിഹരിക്കാൻ തക്കവണ്ണം കൂടുതൽ നന്മകൾ ചെയ്തു, സക്കാത്ത്, സദഖ, പുണ്യങ്ങൾ, ഇതൊക്കെ അവരെ പരസ്പരം എടുത്തു പറഞ്ഞ് അവരുടെ സന്തോഷവും സല്ലാപവും പരസ്പരം പങ്കുവെക്കുമെന്നാണ്. വമൻ യുതഇല്ലാഹ വറസൂല, ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത്, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു ആർക്കാണോ നിഅമത്തുകൾ നൽകിയത് അവരോടൊപ്പമായിരിക്കും. അപ്പോൾ അല്ലാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന, അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുള്ള ആളുകളോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കാനും സഹവർത്തിത്വത്തിനും സാധിക്കും. നരകത്തിൽ കൂട്ടുകെട്ടൊന്നുമല്ല, ഒറ്റക്കൊറ്റയ്ക്ക് നരകം ആസ്വദിക്കുന്നവർ അനുഭവിക്കുന്ന അവസ്ഥയാണുള്ളത്. സ്വർഗത്തിൽ അങ്ങനെയല്ല. ആരാണ് അവരുടെ കൂട്ടുകാർ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരിൽപ്പെട്ട കൂട്ടുകാർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലെയുള്ള സിദ്ദീഖുകൾ, സത്യവാന്മാരിൽപ്പെട്ട കൂട്ടുകാർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെ, ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ പോലെയുള്ള ശുഹദാക്കളായിട്ടുള്ള കൂട്ടുകാർ, വസ്സാലിഹീൻ, തൗഹീദുള്ള, നന്മയുള്ള, ശരിയായ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുത്തിട്ടുള്ള സാലിഹുകളായ കൂട്ടുകാർ, വഹസുന ഉലൈക റഫീഖ, അവരൊക്കെ എത്ര നല്ല കൂട്ടുകാരാണ്. അപ്പൊ സ്വർഗത്തിൽ നമുക്ക് ഏറ്റവും മികച്ച കൂട്ടുകാർ. സ്വർഗത്തിലെ കൂട്ടുകാരായ കേവലം രാഷ്ട്രത്തിലെ ഭരണാധികാരികളൊന്നുമില്ല, അതിനും അപ്പുറത്തുള്ള ആളുകൾ, അമ്പിയാക്കളോടൊപ്പമാണ് സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ പങ്കിടുന്നത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, തഖ്വയുള്ളവർ സ്വർഗീയ ആരാമങ്ങളിലും അരുവികളിലുമാണ്. ആഖിദീന മാ ആതാഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് സ്വർഗത്തിൽ നൽകുന്ന സമ്മാനങ്ങളെല്ലാം അവർ എടുത്തുകൊണ്ടിരിക്കും, സ്വീകരിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്? ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ, മുമ്പ് അവർ നന്മകൾ ചെയ്യുന്നവരായിരുന്നു, റബ്ബ് കാണുമെന്ന തിരിച്ചറിവോടുകൂടി ഇബാദത്തുകൾ ചെയ്തിരുന്നവരായിരുന്നു ദുനിയാവിൽ. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രി സമയത്ത് അല്പം മാത്രമാണ് അവർ കിടന്നത്. വബില്ലസഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയങ്ങളിൽ അവർ അല്ലാഹുവോട് പാപമോചനം തേടിക്കൊണ്ടിരുന്നവരായിരുന്നു. വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം, അവർക്ക് അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ അവകാശികൾക്കും തടയപ്പെട്ടവർക്കും ചോദിച്ചു വരുന്നവർക്കും അവകാശമുണ്ടായിരുന്നു. അവർ സക്കാത്തും സദഖയും നൽകിയവരാണ്. അങ്ങനെയാണ് അവർ സ്വർഗത്തിൽ ഇത്രയും വലിയ ആസ്വാദനങ്ങളിലേക്കും കൂട്ടുകെട്ടിലേക്കും എത്തിച്ചേർന്നത്. ഇനി അവിടെ അവർക്ക് വിശ്രമിക്കാനുള്ള കട്ടിലുകളും സോഫകളും, അലാ സുറുരിൻ മൗദൂന, സ്വർണ്ണനൂലുകൊണ്ട് മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകൾ, മൃദുലമായ, ആസ്വാദ്യമായ, അതിസുന്ദരമായ, തുല്യതയില്ലാത്ത സ്വർണ്ണനൂലുകൾ കൊണ്ട് മെടഞ്ഞെടുക്കപ്പെട്ട കട്ടിലുകളിൽ, സോഫകളിലാണ് അവർ. അലാ സുറുരിൻ മൗദൂന മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, ആ ചാരുകട്ടിലുകളിൽ അവർ ആ ചാരിയിരിക്കും, എന്നിട്ട് പരസ്പരം അഭിമുഖമായിരിക്കും സംസാരിക്കാൻ വേണ്ടി. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, ആ സമയത്ത് അനശ്വരത്വം നൽകപ്പെട്ട, അതായത് ഒരിക്കലും വാർദ്ധക്യം വരാത്ത അതിസുന്ദരന്മാരായ ബാലസേവകന്മാർ അവരുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ബിഅക്വാബിൻ വഅബാരീഖ്, അവരുടെ കൈകളിൽ ചഷകങ്ങളും വാൽക്കിണ്ടികളും ഉണ്ടാകും. വകഅസിൻ മിൻ മഈൻ, ശുദ്ധമായ സ്വർഗത്തിലെ ഉറവ് ജലത്തിൽ നിന്നും പാനീയത്തിൽ നിന്നുമുള്ള കോപ്പകളും അവരുടെ കയ്യിലുണ്ടായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നഹു മൻ യദ്ഖുലുൽ ജന്നത യൻഅമു വലാ യബ്അസ്, ആരാണോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അവൻ പൂർണ്ണമായ അനുഭൂതിയിലാണ്, ഒരിക്കലും അവന് ക്ലേശങ്ങളോ രോഗങ്ങളോ ഉണ്ടാകുന്നില്ല. വലാ തബ്ലാ സിയാബുഹു,
അവിടെ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഒരിക്കലും മുഷിഞ്ഞു പോകുന്നില്ല. വലാ യഫ്നാ ശബാബുഹു, അവരുടെ യൗവനം ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലുള്ളത് മാല ഐനുൻ റഅതു വലാ ഉദുനുൻ സമയത്തു വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കാണാത്തത് ഒരു കാതും കേൾക്കാത്തത് ഒരു മനുഷ്യന്റെ മനസ്സിലും ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയാത്തത്. സൂറത്ത് സജ്ദയിലെ ആയത്താണ് തെളിവായി ഓതിയത്. ഫലാ തഅലമു നഫ്സുൻ, ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാ, മാ ഉഖ്ഫിയ ലഹും, എന്തൊക്കെയാണ് അവർക്ക് സമ്മാനമായി പൊതിഞ്ഞു വെക്കപ്പെട്ടത്, മിൻ ഖുറത്തി അയ്യുൻ, കൺകുളിർമകളിൽ നിന്ന്, ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, ദുനിയാവിൽ അവർ പ്രവർത്തിച്ചിരുന്ന ഇബാദത്തുകൾക്ക് സമ്മാനമായി, അതിന് പ്രതിഫലമായി അള്ളാഹു എന്തെല്ലാം ആസ്വാദനങ്ങളാണ് സ്വർഗത്തിൽ ഒരു സമ്മാനങ്ങളായി പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്, ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ആർക്കും ഇവിടെ വെച്ചറിഞ്ഞുകൂടാ. അവിടെ ചെന്നത് കാണുന്നു, ആസ്വദിക്കുന്നു എന്ന് മാത്രം. സൂറത്ത് ഫുസ്സിലത്തിലെ 31-32 ആയത്തുകൾ. ഇനി സൂറത്ത് സുഖ്റുഫ്, വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ് വതലസുൽ അഅ്യുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ, സ്വർഗത്തിലെത്തിയാൽ മനസ്സുകൾ കൊതിക്കുന്നതും കണ്ണുകൾക്ക് ആനന്ദം പകരുന്നതും ആയ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അവർ അവിടെ അനശ്വരരാണ്. നയനാനന്ദകരമായ കാഴ്ചകളും മനസ്സിന് ആസ്വാദനം പകരുന്ന അനുഭവങ്ങളും അതാണ് സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് സുഖ്റുഫിലെ 71-ാമത്തെ ആയത്തിലും കാണാം. ഇബ്നു ബുറൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബിയുടെ അരികിലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉഹിബ്ബുൽ ഖൈല ഫഫിൽ ജന്നതി ഖൈൽ. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. അവിടെ എനിക്ക് കുതിരയെ ഇഷ്ടമാണ്, ആ സ്വർഗത്തിൽ കുതിരയുണ്ടോ എന്നാണ് ചോദ്യം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, ഈ യുദ്ഖിൽകല്ലാഹുൽ ജന്ന, അല്ലാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ, ഫലാ തശാഉ അൻ തർകബ ഫറസൻ, നീ എങ്ങാനും ഒരു കുതിരപ്പുറത്ത് കയറണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ, മിൻ യാഖൂതത്തിൻ ഹംറാ, ചുവന്ന മരതകത്തിന്റെ കുതിരയുടെ പുറത്ത് കയറണമെന്ന് നീ ആഗ്രഹിച്ചാൽ, തതീറു ബിക ഫീ അയ്യിൽ ജന്നത്തി ശിഅത ഇല്ലാ റകിബത, നീ ഉദ്ദേശിക്കുന്നിടത്തെല്ലാം ആ കുതിര നിന്നെ പുറത്ത് കയറ്റി സ്വർഗത്തിലൂടെ നീ ഉദ്ദേശിക്കുന്ന കാഴ്ചകൾ മുഴുവൻ കാണിച്ചുകൊണ്ട് പറന്നു പോകാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. വാതാഹു റജുലുൻ ആഖർ, വേറെ ഒരാൾ വന്നു. ഫഖാല, ചോദിച്ചു, യാ റസൂലല്ലാഹ്, അഫിൽ ജന്നതി ഇബിലുൻ, സ്വർഗ്ഗത്തിൽ ഒട്ടകമുണ്ടോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമേ, ഇൻ യുദ്ഖിൽകല്ലാഹുൽ ജന്ന, അല്ലാഹു നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ, കാന ലക ഫീഹാ, ആ സ്വർഗ്ഗത്തിൽ നിനക്കുണ്ടായിരിക്കും, മസ്തഹത് നഫ്സുക്, നിന്റെ മനസ്സ് കൊതിക്കുന്നതെല്ലാം, വലസത ഐനുക്, നിന്റെ നയനങ്ങൾക്ക് ആനന്ദം പകരുന്നതെല്ലാം സ്വർഗ്ഗത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഇബ്നു ബുറൈദയിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. സ്വർഗ്ഗത്തിൽ അലങ്കാരങ്ങളും ആസ്വാദനങ്ങളും വർണ്ണാഭമായ കാഴ്ചകളും രംഗങ്ങളും മാത്രമാണ്. അഫ്നാൻ, വിവിധ ഇനം കലകൾ ഉള്ളതാണ് സ്വർഗം. വിവിധ ഇനം കലകൾ, ആസ്വാദനത്തിന്റെ വർണ്ണങ്ങളുള്ളതാണ് സ്വർഗം. സൂറത്തുർ റഹ്മാനിൽ വീണ്ടും പറയുന്നു, മുദ്ഹാമ്മതാൻ, ഖുർആനിലെ ഏറ്റവും ചെറിയ ആയത്താണ്. അതിനേക്കാൾ ചെറിയൊരായത്ത് ഖുർആനിലില്ല. പൂർണ്ണമായ ആയത്തിൽ ഏറ്റവും ചെറുത് മുദ്ഹാമ്മതാൻ, ഹരിതാഭമായ രണ്ട് തോട്ടങ്ങൾ. പച്ചവർണ്ണത്തിൽ നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ സന്തോഷം പകരുന്ന, കണ്ണിന് കുളിർമയേകുന്ന പച്ച നിറത്തിലുള്ള രണ്ട് സവിശേഷമായ തോട്ടങ്ങൾ എന്ന് പരിചയപ്പെടുത്തി. ഈ ആസ്വാദ്യമായ സ്വർഗം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് നേടണമെങ്കിൽ തൗഹീദ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചുള്ള ജീവിതം വേണം. ജന്മദിനാഘോഷങ്ങൾ, ചാവടിയന്തരങ്ങൾ പോലുള്ള സകല ബിദ്അത്തുകളും നമ്മൾ വർജിക്കണം. അങ്ങനെ ശിർക്കിൽ നിന്നും കുഫ്റിൽ നിന്നും ഹറാമുകളിൽ നിന്നും മുക്തമായി സ്വർഗത്തിൽ അത്യുന്നതമായ ജന്നാത്തുൽ ഫിർദൗസ് സ്വന്തമാക്കുന്ന സച്ചരിതരായ മുവഹ്ഹിദുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. സ്വർഗത്തിൻ്റെ പ്രത്യേകത അവിടെ ക്ഷീണമോ മയക്കമോ ഉറക്കമോ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. യാതൊരു മടുപ്പുമില്ലാത്ത സവിശേഷമായ അന്തരീക്ഷമാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നൗമു അഹുൽ മൗത്ത്, ഉറക്കം എന്ന് പറയുന്നത് മരണത്തിൻ്റെ ഒരു ചെറിയ സഹോദരനാണ്. വല യനാമു അഹ്ലുൽ ജന്ന, സ്വർഗത്തിലുള്ളവർ ഒരിക്കലും ഉറങ്ങുന്നില്ല.
എല്ലാ സമയത്തും അവർ സന്തോഷിക്കുന്നു, റബ്ബിനെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ ഒരിക്കലും രാത്രിയില്ല, അവിടെ എല്ലായ്പ്പോഴും പകൽ മാത്രമാണ്. എല്ലാവർക്കും എപ്പോഴും ആനന്ദം പകരുന്ന സവിശേഷമായ ഒരു പ്രകാശം, ആ ആസ്വാദനത്തിലാണ് എല്ലാ നേരത്തും അവരുണ്ടായിരിക്കുക. അതിന് തുല്യമായ ഒരു പ്രകാശവും ദുനിയാവിൽ എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. സ്വർഗത്തിൽ മാത്രം അള്ളാഹു ഒരുക്കിയിരിക്കുന്ന വെളിച്ചമാണ്. എല്ലാ സമയത്തും അവിടെ രാത്രിയില്ല. അതേപോലെ തന്നെ അവിടെ ഉറങ്ങേണ്ട ക്ഷീണത്തിന്റെ ഒരു സാഹചര്യമില്ല. സ്വർഗവാസികൾക്കിടയിലാകട്ടെ പകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, അവ്വലു സുംറത്തിൻ തലിജുൽ ജന്നത, സ്വർഗത്തിൽ കടന്നു ചെല്ലുന്ന ആദ്യത്തെ സംഘം, സൂറത്തുഹും അലാ സൂറത്തുൽ ഖമർ ലൈലത്തുൽ ബദർ, അവർ പൗർണമി നാളിലെ വിളങ്ങുന്ന പൂർണ്ണചന്ദ്രനെ പോലെ മുഖമുള്ളവരായിരിക്കും. പൗർണമി നാളിലെ തെളിഞ്ഞ അന്തരീക്ഷത്തിലെ പൗർണമി നാളിൽ പൂർണ്ണചന്ദ്രൻ എത്രമാത്രം സുന്ദരമാണോ, ആദ്യമായി സ്വർഗത്തിലേക്ക് എത്തുന്നവരൊക്കെ അത്രയും സുന്ദരന്മാരായിരിക്കും. ലാ യബ്സുഖൂന ഫീഹ, അവിടെ ആരും തുപ്പുകയില്ല. വലാ യംഖുത്തൂന, മൂക്ക് പിഴിയുകയില്ല. വലാ യതഗവ്വത്തൂന, മലവിസർജനം ചെയ്യുകയില്ല. ആനിയത്തുഹും ഫീഹ സഹബ്, അവിടെയുള്ള പാത്രങ്ങൾ സ്വർണത്തിൻ്റെതാണ്. വഅംശാത്തുഹും മിന ദഹബി വൽ ഫിദ്ദ, മുടി ചീകാനുള്ള ചീർപ്പുകൾ അത് സ്വർണത്തിൻ്റെതും വെള്ളിയുടേതുമാണ്. വമജാമിറുഹും മിനൽ ഉലുവ, അവിടെയുള്ള ധൂപക്കുറ്റികൾ സ്വർഗത്തിലെ സവിശേഷമായ ഉലുവാനിൽ നിന്നുള്ളതാണ്. വറഷ്ഹുമുൽ മിസ്ക്, അതേപോലെ തന്നെ അവിടെയുള്ള വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഏമ്പക്കം എന്ന് പറയുന്നത് കസ്തൂരിയാണ്. വലികുല്ലി വാഹിദിൻ മിൻഹും സൗജതാൻ, അവിടെ എല്ലാ ഓരോരുത്തർക്കും രണ്ട് ഇണകൾ ഉണ്ടായിരിക്കും. യുറാമു ഖുസൂഖിഹിമാ മിൻ വറാഇൽ ലഹ്മി മിനൽ ഹുസ്നി, അവിടെ അവൻ സ്വർഗത്തിലെ അവന്റെ രണ്ട് ഇണകളെ നിങ്ങൾ പരിശോധിച്ചാൽ അവരുടെ കാലിന്റെ പിൻഭാഗത്ത് കണങ്കാലിലെ മാംസളമായ ആ ഭാഗം അവന് കാണിക്കപ്പെടും. അതിന്റെ അഴക് അവൻ ആസ്വദിക്കുമാർ ആദ്യമേ കാണിക്കപ്പെടും. ലഖ്തിലാഫ ബൈനഹും, സ്വർഗത്തിലെ ഇണകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. സ്വർഗത്തിലെ ഭാര്യമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. വലാ തബാഹുല, അവർക്കിടയിൽ പരസ്പരം വിദ്വേഷമില്ല, പകയില്ല. ഖുലൂബുഹും ഖൽബു റജുലിൻ വാഹിദ്, സ്വർഗത്തിലെ എല്ലാവരുടെ മനസ്സുകളും ഒരൊറ്റ മനുഷ്യന്റെ മനസ്സ് പോലെയാണ്. ഒരാൾക്ക് മറ്റൊരാളോട് വെറുപ്പില്ല, പകയില്ല, അസൂയയില്ല, കുശുമ്പില്ല, കുന്നായ്മയില്ല, വിദ്വേഷമില്ല. എല്ലാവരും പരസ്പരം ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും. യുസബ്ബിഹൂന അല്ലാഹ ബുക്റതൻ വഅശിയ്യ, അവിടെയുള്ള പ്രഭാതം, ഇവിടുത്തെ ദുനിയാവുമായി അതിനെ കണക്കാക്കണം, അവിടെ രാത്രിയില്ലല്ലോ. അവിടെയുള്ള പ്രഭാതം പ്രദോഷം എന്ന് പറഞ്ഞാൽ രണ്ട് സന്ദർഭങ്ങൾ. ആ രണ്ട് സന്ദർഭങ്ങളിലും അവർ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നവരായിരിക്കുമെന്ന് പരിചയപ്പെടുത്തി. അവരെ ഖുർആൻ പറയുന്നു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ, സ്വർഗവാസികൾ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് പക, വിദ്വേഷം നാം എടുത്തു കളഞ്ഞു. വിദ്വേഷം എടുത്തു കളഞ്ഞു. ഇവിടെ ആരോടൊക്കെ വിദ്വേഷം എന്ന് വെച്ചാൽ ആരുമില്ലെങ്കിൽ സ്വയം തന്നെ പരസ്പരം വിദ്വേഷം കാണിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അന്യനെ വിദ്വേഷം വെക്കും, മറ്റു പാർട്ടിക്കാരോട് വിദ്വേഷം വെക്കും, അയൽവാസിയോട് വിദ്വേഷം വെക്കും, സ്വന്തം വീട്ടിൽ തന്നെയുള്ള വ്യത്യസ്ത മെമ്പർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം വെക്കും, ഭാര്യയും ഭർത്താക്കന്മാരും വിദ്വേഷം. ഇങ്ങനെ ഒരു വിദ്വേഷമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പൊതുവെ ഈ ദുനിയാവിൻ്റെ ഒരു താല്പര്യം, നിലപാട്, പൊതുവെയുള്ള സാഹചര്യമാണ് പറയുന്നത്. എന്നാൽ സ്വർഗത്തിൽ പകയില്ല, വിദ്വേഷമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സുന്ദരമായ ഹൃദ്യമായ ഒരു ജീവിതം അത് സ്വർഗത്തിലാണ്. ദുനിയാവിൽ അള്ളാഹു പരീക്ഷണം വെച്ചിട്ടുണ്ട്. എത്രമാത്രം നമ്മൾ അധ്വാനിച്ചാലും കഷ്ടപ്പെട്ടാലും ഇന്ന് സന്തോഷമാണെങ്കിൽ നാളെ സങ്കടമുണ്ടാകും. എന്നാൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കുന്നതുമല്ല എന്ന സാഹചര്യം ആത്യന്തികമായി അള്ളാഹു ഒരുക്കിയിരിക്കുന്നത് സ്വർഗത്തിലാണ്. യുതാഫു അലൈഹിം ബിസിഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബിൻ, അവിടെ അവരിലൂടെ സ്വർണത്തിന്റെ തളികകളും അതേപോലെ തന്നെ കോപ്പകളുമായി ചുറ്റപ്പെടുന്ന സാഹചര്യമുണ്ടാകും. വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ് വതലസുൽ അയുൻ, മനസ്സുകൾ കൊതിക്കുന്നതും കണ്ണുകൾ ആനന്ദിക്കുന്നതും അവിടെ ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ നിലക്കുള്ള ഒരു സാഹചര്യം സ്വർഗത്തിൽ ഒരുക്കുമ്പോൾ അത് ലഭ്യമാകാനുള്ള യോഗ്യതകൾ എന്താണ് എന്നുകൂടി പഠിക്കേണ്ട ബാധ്യതയുണ്ട്. സ്വർഗത്തെക്കുറിച്ച് വീണ്ടും ധാരാളമായ വിശേഷണങ്ങളും സവിശേഷതകളുമൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. ഹൃദ്യമായ സ്വർഗത്തിൽ തന്നെ മധ്യത്തിലും ഏറ്റവും മുകളിലുമുള്ള ഏറ്റവും സവിശേഷമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തക്കവണ്ണമുള്ള ഈമാനും ഇഖ്ലാസും അമലുകളും നമുക്കെല്ലാം അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട് പിരിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മാതാപിതാക്കൾ,
പണ്ഡിതന്മാർ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. وصلى الله على من لا نبي بعده.